റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 3 വയസ്സുകാരൻ മാലിന്യക്കുഴിയിൽ വീണ് മരിച്ച കേസിൽ സിയാലിനെ സംരക്ഷിച്ച് പോലീസ്. കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തി കോൺട്രാക്ടർമാരെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. മാലിന്യക്കുഴി അലക്ഷ്യമായി തുറന്നിട്ടതിന് സിയാലിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. എസ് ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എസ് ശരൺ, മാലിന്യക്കുഴി തുറന്നിട്ട സിയാലിന് എതിരെ നടപടിയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? പോലീസ് റിപ്പോർട്ടിൽ സിയാലിനെ പ്രതി ചേർത്തിട്ടില്ലേ? ഡോക്ടർ അരുൺ, ഇതിന്റെ തുടക്കം മുതൽ തന്നെ സിയാലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അലക്ഷ്യമായിട്ടാണ് ഈ മാലിന്യക്കുഴി തുറന്നിട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സിയാൽ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയാണ് ചെയ്തിരുന്നത്. അവർ പ്രധാനമായും പറഞ്ഞത് അതൊരു നടപ്പ് വഴിയല്ല എന്നുള്ളതാണ്. അവിടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാർത്താക്കുറിപ്പ് ഇറക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പോലീസ് ഈ കേസ്, അതായത് തുടക്കത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരുന്നത്. അതിനുശേഷം ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയിരുന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായും പരിശോധിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2 പേരെ മാത്രം പ്രതിയായിക്കൊണ്ടുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നതെന്നുള്ളതാണ്. അതായത് കോൺട്രാക്ടർമാർക്ക് മാത്രം ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. സിയാലിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് സിയാൽ ഉദ്യോഗസ്ഥരുടെ മൊഴി നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ സിയാൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ കോൺട്രാക്ടർമാരുമായിട്ട് കൃത്യമായി തന്നെ കരാറുണ്ടായിരുന്നു. ഈ കോൺട്രാക്ടർമാരോട് ചില ഡയറക്ഷൻ നൽകുകയും ചെയ്തിരുന്നു. ഒരു മാൻ ഹോൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി അതിൻ്റെ ചുറ്റും കൃത്യമായി ലൈറ്റുകൾ സ്ഥാപിക്കണം, മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം എന്നുള്ള കാര്യമൊക്കെ ഡയറക്ഷനായി നൽകിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 2 പേരെയും മാത്രം പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാം, വലിയ വേദനയോട് കൂടിയാണ് എല്ലാവരും ആ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. രാജസ്ഥാൻ സ്വദേശികൾ, അതായത് രാജസ്ഥാൻ ദമ്പതികളുടെ മകനായ റിദാനാണ് ഈ കുഴിയിൽ വീണ് മരിച്ചത്. അവർ നമ്മുടെ നാട് കാണാൻ, മനോഹരമായ നമ്മുടെ നാട് കാണാനായിട്ടാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിന് സമീപത്തായിട്ടുള്ള ഒരു കഫേയിൽ ചായ കുടിക്കാനായി കയറുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം തന്നെ ചായ കുടിക്കാനായി കയറുന്നു. അതിനിടയിലാണ് ഈ കുട്ടികളെല്ലാവരും തന്നെ പുറത്തു നിന്ന് കളിക്കുകയും ഇതിൽ റിദാൻ തൊട്ടടുത്തുള്ള പൂന്തോട്ടം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവിടേക്ക് പോവുകയും ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് മാലിന്യക്കുഴിയിൽ അകപ്പെടുകയും ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ സിയാലിനെ പ്രതി ചേർക്കാതെ സിയാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ സിയാൽ ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിൽ നിന്ന് അവരെത്തിയതാണ് നമ്മുടെ കേരളം കാണാൻ. മൂന്നാറിലേക്ക് പോകാൻ വന്ന കുടുംബമാണ്. വളരെ സന്തോഷത്തോടു കൂടി അവർ വരുന്നു. അവർ ആ വെജിറ്റേറിയൻ ഒരു കഫേ ഉണ്ട്. ആ കഫ അന്നപൂർണ വെജിറ്റേറിയൻ കഫേയാണെന്ന് തോന്നുന്നു. അതിന് തൊട്ട് മുന്നിൽ ഈ കുട്ടി അവിടെ ഒരു പുൽത്തകടിയുണ്ട്. ആ പുൽത്തകടിയിൽ ഇങ്ങനൊരു വലിയ ട്രാപ്പ് അവിടെ ഉണ്ടാവുമെന്ന് ആർക്കറിയാൻ? എത്രമാത്രം ഉത്തരവാദിത്വരഹിതമായിട്ടാണ് അവരത് അത് തുറന്നിട്ടിരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അവിടേക്ക് ഈ കുട്ടി ഇങ്ങനെ കളിച്ച് ഈ കുട്ടി ആ കുഴിയിൽ പോയി വീഴുന്നു. ഒരു വിനോദയാത്രയായി അവരുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. രാജസ്ഥാനിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗം കൊച്ചിയിലെത്തി ഇവിടെ നിന്ന് മൂന്നാറിന് പോകാനായിരുന്നു പരിപാടി. ആ യാത്ര ഒരു ദുരന്ത യാത്രയെ പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മൂടിയിടാതെ പോകുന്ന റോഡിലെ വലിയ കുഴികൾ എങ്ങനെയാണ് അപകടകരമാകുന്നത്, അതിനു തത്തുല്യമായ ഒരു സംഭവമായിരുന്നു ഇവിടെയും നടന്നത് എന്നതാണ്. എന്നാലും ഏറെ ഖേദകരമായൊരു വാർത്തയായിപ്പോയി. ആ വാർത്ത കാണുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ വരും. പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുന്ന മനുഷ്യർ ഒരു യാത്ര സന്തോഷത്തോടു കൂടി ഇറങ്ങി യാത്ര പാതി വഴിയിലെത്തുമ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ.